ഹായ് ഫ്രണ്ട്സ്, എനിക്ക് ഈ വീഡിയോ യൂട്യൂബിൽ എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ല. ഞാൻ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ എൻ്റെ ക്യാമറയിൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാണ്. ഒരു പ്രത്യേക ക്യാമറ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്നും ഹെൽപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഞാനിപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എസെൻഷ്യൽ ഹെർബൽസ് ആണ്. വെൽനെസ്സും കോസ്മെറ്റിക്സും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിക്കുള്ളൊരു പ്രൊഡക്ട്സിൻ്റെ ഒരു കമ്പനി റിലേറ്റഡ് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ പേര് ഷീന ഹസൻ. അപ്പോൾ എനിക്ക് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൽ കുറച്ച് ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് എനിക്കൊരു വരുമാനം കിട്ടാനോ അതിനു വേണ്ടിയിട്ടല്ല. ഞാൻ ആളുകളിലേക്ക് നമ്മളെ എന്താ പറയുക, ആളുകൾക്ക് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും പിന്നെ വെൽനെസ് പ്രൊഡക്ട്സ്, അതായത് ഹെയർ, സ്കിന്ന് കെയറിങ് എന്ന് പറയുന്നത് നമുക്ക് ലൈഫ് ലോങ് നമ്മൾ ഇപ്പം എനിക്ക് 42 years ആയി. അപ്പം ഞാൻ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അതുപോലെ തന്നെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് കൂടുതലും ഉണ്ടാവുക. അപ്പം നമ്മൾ ശ്രദ്ധിക്കാൻ വേണം. നമ്മുടെ ഏജ് ഒരു നമ്പർ മാത്രമാണ്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എന്താ പറയുക, കെമിക്കൽ കൂടുതൽ ആയിട്ടുള്ള ഓരോ പ്രൊഡക്ട്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്രയും കെമിക്കലും കാര്യവും ഇല്ലാത്ത പ്രൊഡക്ട്സ് നിങ്ങളെ മുന്നിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഈ കെമിക്കൽസ് കാര്യങ്ങൾ, ഇപ്പം ഞാനായാലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഏറ്റവും നല്ല കെമിക്കൽസ് കാര്യങ്ങളുള്ള പിന്നെ പ്രൊഡക്ട്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ കൊണ്ടുള്ള ഡിഫക്ട്സ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനലിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് കരുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് കാണുന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്കറിയുന്ന ഡൗട്ട്സും കാര്യങ്ങളും ഞാൻ ക്ലിയർ ചെയ്ത് തരാം. കാരണം ഞാനിപ്പോൾ ഒരു കോസ്മെറ്റിക്സ് വെൽനസ് പ്രൊഡക്ട്സിൻ്റെ ഒരു മാർക്കറ്റിംഗ് സെക്ഷനിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അതിനെ റിലേറ്റ് ചെയ്ത കാര്യങ്ങളും അതിൽ യൂസ് ചെയ്യുന്ന കണ്ടൻസും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഈ എസെൻഷ്യൽ ഹെർബൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയിൽ അവർ ആളുകൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഓൾറെഡി ഉണ്ട്. നമുക്ക് നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് 3 ദിവസം 4 ദിവസം കൊണ്ട് റിസൾട്ട് വരുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ കെമിക്കൽസും കാര്യങ്ങളുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ 15 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുള്ള ആളുകൾ തന്നെയാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ട്രഡീഷണലി ആണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. സോഷ്യൽ മാർക്കറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് അവരായിട്ട് ചെയ്യുകയല്ല. എനിക്ക് എന്താ പറയുക, കുറച്ച് ആളുകളിലേക്ക് ഈ ഒരു സംഭവം അറിയിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്കിന്നിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ നോർമലി നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റാണ് പോകുന്നത്. നമ്മൾ സ്കിന്നിലേക്കും വേണ്ടിയിട്ട് നമ്മൾ പിന്നെ വായക്കൂടെ ടാബ്ലറ്റ് എടുക്കുകയാണെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്ത് ബ്ലഡിൽ പോയി കലർന്നിട്ടൊക്കെയാണ് നമുക്കത് എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇത് നമ്മളിപ്പോൾ സ്കിന്നിലൊക്കെ ഓരോ ക്രീംസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ക്യാൻസറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതുകൊണ്ടാണ്. നമ്മൾ നോക്കാതെ കെമിക്കൽസ് കാര്യങ്ങളുള്ള സംഭവങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇത് വാരി തേക്കുന്നത്, അതുപോലെ തന്നെ തലയിൽ തേക്കുന്നത്. ഉള്ള മുടി പോകാന്നല്ലാതെ നമ്മളിത് കെമിക്കലുണ്ടോ കാര്യങ്ങളുണ്ടോ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടോ, കുറേ ആഡ്സ് ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് ആളുകൾ അത് പറയുമ്പോഴത്തേക്ക് അങ്ങനെ അവിടെ ചെയ്യാണ്. നമ്മളിപ്പോൾ ഇത് ആഡ്സ് കൂടിയതുകൊണ്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, അതിലുള്ള എന്താണ് കെമിക്കൽസ് ഉണ്ടോ, കെമിക്കൽസ് ഇല്ലാത്തത് തന്നെ ഉണ്ട്. പിന്നെ എന്തിനാണ് കെമിക്കൽസ് ഉള്ളത് നമ്മളിങ്ങനെ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മളത് ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണം. അതിനെ പറ്റിയിട്ട് നമ്മളത് സ്റ്റഡി ചെയ്തിട്ട് വേണം നമ്മുടെ മേലിൽ പരീക്ഷിക്കണമെങ്കിൽ, നമ്മളതിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ട് വേണം അത് ചെയ്യണമെങ്കിൽ. അപ്പം ഞാൻ ഈ എസെൻഷ്യൽ ഹെർബൽസിന് ഞാൻ ഇത് പറയാൻ കാരണം, അതായത് നമ്മുടെ ഈ കമ്പനി ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ്. മറ്റുള്ളത് പോലെ ഹെയറിൻ്റെത് വരെ ഒരു പോറോസിറ്റി അനുസരിച്ചിട്ട്, പോറോസിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കപ്പാസിറ്റി ഉണ്ട്. ഓയിൽ വെളിച്ചെണ്ണൊക്കെ തേച്ചെന്ന് കരുതിയിട്ട് നമ്മുടെ ഹെയർ കൂടുതൽ വരിക അങ്ങനൊന്നുമില്ല. ഇതിന് ഓരോ ഇതുണ്ട്. സ്കാൽപ്പിലേക്ക് ഇറങ്ങുന്നതിന് താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഹോൾസ് വലുത് ചെറുതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓയിൽസ് യൂസ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി അത് നമ്മൾ നോക്കിയിട്ടായിരിക്കണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, പറയാന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ചെയ്യാണ്. ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു റിലേറ്റഡ് ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അതിൽ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അത് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ള ആളുകൾ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.
കാരണം നമ്മൾ കാര്യങ്ങൾ അറിയാം, മനസ്സിലാക്കുക, എന്നിട്ട് യൂസ് ചെയ്യുക. കാരണം നമ്മളിത് യൂസ് ചെയ്യാതെ നമുക്ക് ഇരിക്കാൻ കഴിയും. നമ്മൾ എന്തായാലും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യും. നിങ്ങളിപ്പോൾ പൗഡർ യൂസ് ചെയ്യാത്ത ആളുകൾ ഉണ്ടാവില്ല, SPF യൂസ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ കുറവാണ്. കാരണം അത്രയും എന്താ പറയുക, പുറത്ത് അത്രയും വെയിലും കാര്യങ്ങളാണ്. പിന്നെ നമുക്കതുപോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റെ കുറവുള്ള ആളുകൾ, വൈറ്റമിൻ സി ഡെഫിഷ്യൻസി, പിന്നെ അങ്ങനെ കുറേ ബ്രൈറ്റനിങ് ക്രീം, സ്കിൻ എന്താ പറയുക, വൈറ്റനിങ് ബോഡി ലോഷൻസ്, ഹെയർ, പിന്നെ മുടി വളരാൻ, മുടി കുറവുള്ളത്, ബാൾഡ്നെസ്. ഇപ്പം ഹെൽമെറ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അധികം ആൾക്കാർക്കും ബാൾഡ്നെസ് ആണ്. അപ്പം അങ്ങനത്തെ അങ്ങനെ കുറേ ഇഷ്യൂസ് നമുക്കുണ്ട്. അപ്പം എനിക്ക് അറിയാൻ പറ്റുന്ന ഇഷ്യൂസ് എങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാൻ അങ്ങനത്തെ കാര്യത്തിനുള്ള സൊല്യൂഷൻസ് തരാം. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, കെമിക്കൽസ് ഇല്ലാത്തതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി മുന്നോട്ട് ഞാനിങ്ങനെ ഓരോ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.